ഹലോ ഗൈസ്, മല്ലു ഫാമിലി സുജിനും പൊന്നൂസും ഇപ്പോൾ വേർപിരിഞ്ഞിട്ടുണ്ട്. കുറേയധികം നാളുകളായിട്ട് ഇത്തരത്തിലുള്ള റൂമറുകളെല്ലാം തന്നെ പങ്കുവെക്കുന്ന തരത്തിലേക്കായിരുന്നു അവരുടെ വീഡിയോസ് കുറേയധികം നാൾ പൊക്കോണ്ടിരുന്നത്. അതൊരു നൈസായിട്ടുള്ള മൂവ് തന്നെയാണ്. കാരണം 2019 മുതൽ തന്നെ ഇവരെ നല്ല ശതമാനം പേർക്ക് അറിയാം. അതിലൂടെ പയ്യെ കഷ്ടപ്പെട്ട് റീച്ച് ഉണ്ടാക്കി കയറി വരികയും പിന്നീട് ചില കാരണങ്ങൾ കൊണ്ടോ അതോ അല്ലെങ്കിൽ ചില പെരുമാറ്റങ്ങൾ കൊണ്ട് സബ്സ്ക്രൈബേഴ്സോ വ്യൂസ് കുറയുന്ന സമയത്ത് നൈസായിട്ട് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ചില പരിപാടികളൊക്കെ അറിഞ്ഞുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെ ചെയ്യും. പക്ഷേ കളിച്ച് കളി ഇപ്പോൾ കാര്യമായിട്ടുണ്ട്. പൊതുവെ ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സിനോടൊക്കെ തന്നെ നല്ല ശതമാനം ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, കാരണം അത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഇതും കൂടെ ചേർത്ത് ഏകദേശം ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഫാമിലിയാണ് ഇതുപോലെ ഇപ്പോൾ ഡിവോഴ്സായിട്ട് നിൽക്കുന്നത്. കാരണം രണ്ടുപേര് പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ മൂന്നാമതൊരാൾ വരുമ്പോൾ അതല്ലെങ്കിൽ ഇത്രയും പേരുടെ അടുത്തേക്ക് വരുമ്പോൾ അതിനേറുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുജിൻ തന്നെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള കാര്യം പങ്കുവെക്കണം. കുറച്ച് മാസങ്ങളായിട്ട് ഞാനും എൻ്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ബന്ധം പൂർണ്ണമായിട്ടും തന്നെ അവസാനിക്കാൻ വേണ്ടി പോകുന്നു. ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും സ്വകാര്യവും വൈകാരികമായിട്ടുള്ള സമയമാണ്. ശ്രദ്ധാപൂർവം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഞങ്ങൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി ചർച്ച ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങളും പങ്കിടരുത്. നിങ്ങളുടെ തുടർച്ചയായും പിന്തുണയ്ക്കും ദയയ്ക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി. ഈ വാക്കുകളാണ് ഇപ്പോൾ സുജിൻ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടുപേരും പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ആ ഒരു സമയത്ത് രണ്ടുപേരുടെയും ഫാമിലിയിൽ നിന്ന് ചെറിയ രീതിയിൽ എതിർപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ അതിജീവിച്ചാണ് രണ്ടുപേരും വിവാഹം തുടർന്നു പോയത്. ഏകദേശം ഒരു 6 വർഷത്തെ ബന്ധമായിരുന്നു. ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്, രണ്ടുപേരും പിരിഞ്ഞിരിക്കുവാണ് എന്ന്. പിന്നീട് ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പങ്കിടത്തില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ സുജിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ പൊന്നൂസിൻ്റെ പോസ്റ്റിലും പറയുന്നത് ഇങ്ങനെയാണ്: ഇനി ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ആരും വരണ്ട എന്ന രീതിക്കാണ് അത് അവസാനിച്ചത്. കാരണം ഇത് ഫാമിലി വ്ളോഗേഴ്സിനുള്ള ഏറ്റവും വലിയ മെസ്സേജ് തന്നെയാണ്. കാരണം കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വെളിയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് ഭാവി വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം മാർക്കാതെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ എടുക്കുന്ന നമ്പരെ ബൈ.